ഡോക്ടർ വന്ദനദാസ് വധക്കേസിൽ സാക്ഷി വിസ്താരം സെപ്റ്റംബർ 9 ആരംഭിക്കും. കേസിലെ ആദ്യ 50 സാക്ഷികളെ ഒന്നാം ഘട്ടത്തിൽ വിസ്തരിക്കും. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി 1-ന്റേതാണ് ഉത്തരവ്. മെയ് 10 കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ജോലി ചെയ്യുന്നതിനിടയിൽ ഡോക്ടർ വന്ദനദാസ് കൊല ചെയ്യപ്പെടുന്നത്. വൈദ്യപരിശോധനയ്ക്കായി പോലീസ് എത്തിച്ച പ്രതി സന്ദീപ് ഡോക്ടർ വന്ദനയെ കുത്തുകയായിരുന്നു. ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസിൽ 24 ദൃക്സാക്ഷികൾ ഉൾപ്പെടെ 136 പേരാണ് സാക്ഷ്യപ്പട്ടികയിലുള്ളത്. കുറ്റപത്രം സമർപ്പിച്ച കേസിൽ വേഗത്തിൽ വാദം തുടങ്ങണമെന്ന പ്രോസിക്യൂഷൻ ആവശ്യം പരിഗണിച്ചാണ് നിലവിലെ നടപടികൾ. സെപ്റ്റംബർ 9 സാക്ഷ്യവിസ്താരം ആരംഭിക്കാൻ കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി 1 ഉത്തരവിട്ടു. കേസിലെ ഒന്നാം സാക്ഷിയായ ഡോക്ടർ വന്ദനയോടൊപ്പം ജോലി ചെയ്തിരുന്ന ഡോക്ടർ മുഹമ്മദ് ഷിബിനെയാണ് ആദ്യ ദിവസം വിസ്തരിക്കുക. തുടർന്ന് കേസിലെ ആദ്യ 50 സാക്ഷികളെയും ഒന്നാം ഘട്ടത്തിൽ വിസ്തരിക്കും. 34 ഡോക്ടർമാരാണ് കേസിൽ പ്രോസിക്യൂഷൻ സാക്ഷ്യപ്പട്ടികയിലുള്ളത്. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പ്രതാപ്ജീത് പടിക്കലാണ് ഹാജരാവുക. കേരളത്തിൽ നടന്ന കൊലപാതക കേസുകളിൽ ഏറ്റവും അധികം ഡോക്ടർമാർ പ്രോസിക്യൂഷൻ സാക്ഷികളാകുന്നുവെന്ന പ്രത്യേകതയും ഈ കേസിനുണ്ട്. അരുൺ രാജ്, 24, കൊല്ലം.